വിശ്രമനാട്ടിൽ ഞാൻ എത്തിയിടുമ്പോൾ എൻ ദുഃഖങ്ങളെല്ലാം മാറിപ്പോകും. വിശ്രമനാട്ടിൽ ഞാൻ എത്തിയിടുമ്പോൾ എൻ ദുഃഖങ്ങളെല്ലാം മാറിപ്പോകും. വാഗ്ദത്ത ഗേഹമതിൽ എൻ വാസം സുസ്ഥിരമായിടുമേ. വാഗ്ദത്ത ഗേഹമതിൽ എൻ വാസം സുസ്ഥിരമായിടുമേ. എത്ര സമ്മോദം എത്ര സന്തോഷം സ്വർഗീയവാസമതേ. എത്ര സമ്മോദം എത്ര സന്തോഷം സ്വർഗീയവാസമതേ. ഹല്ലേലൂയ രാജ്യത്തിൽ എന്നും നിത്യാനന്ദമേ. ഹല്ലേലൂയ രാജ്യത്തിൽ എന്നും നിത്യാനന്ദമേ. ദ്രവത്വമായത് നീങ്ങിപ്പോകും, അമർത്യമായത് നാം ധരിക്കും. ദ്രവത്വമായത് നീങ്ങിപ്പോകും, അമർത്യമായത് നാം ധരിക്കും. മൺശരീരം മാറി വിൺശരീരം പൂകി നിത്യതയിൽ നാമും എത്തിച്ചേരും. മൺശരീരം മാറി വിൺശരീരം പൂകി നിത്യതയിൽ നാമും എത്തിച്ചേരും. എത്ര സമ്മോദം എത്ര സന്തോഷം സ്വർഗീയവാസമതേ. എത്ര സമ്മോദം എത്ര സന്തോഷം സ്വർഗീയവാസമതേ. ഹല്ലേലൂയ രാജ്യത്തിൽ എന്നും നിത്യാനന്ദമേ. ഹല്ലേലൂയ രാജ്യത്തിൽ എന്നും നിത്യാനന്ദമേ. ദേഹം എല്ലാം നാം വിട്ടുപോകും, ഈ ദേഹമെല്ലാം ക്ഷയിച്ചു പോകും. ഈ ദേഹം എല്ലാം നാം വിട്ടുപോകും, ഈ ദേഹം എല്ലാം ക്ഷയിച്ചു പോകും. സ്വർഗീയ പാർപ്പിടമുയരത്തിൽ ഞാൻ കാണുന്നു വിശ്വാസ കണ്ണുകളാലേ. സ്വർഗീയ പാർപ്പിടം ഉയരത്തിൽ ഞാൻ കാണുന്നു വിശ്വാസ കണ്ണുകളാലേ. എത്ര സമ്മോദം എത്ര സന്തോഷം സ്വർഗീയ വാസമതേ. എത്ര
എത്ര സമ്മോദം എത്ര സന്തോഷം സ്വർഗീയവാസമതേ അല്ലലിയ രാജ്യത്തിൽ എന്നും നിത്യാനന്ദമേ അല്ലലിയ രാജ്യത്തിൽ എന്നും നിത്യാനന്ദമേ. വാസമതിൽ കർത്തനോടൊത്തു വസിച്ചിടും ഞാൻ പുത്തനെറുശലേം വാസമതിൽ കർത്തനോടൊത്തു വസിച്ചിടും ഞാൻ കണ്ണുനീരെല്ലാം തുടച്ചിടും താൻ കഷ്ടതലേശവുമില്ലവിടെ നീരെല്ലാം തുടച്ചിടും താൻ കഷ്ടതലേശവുമില്ലവിടെ എത്ര സമ്മോദം എത്ര സന്തോഷം സ്വർഗീയവാസമതേ എത്ര സമ്മോദം എത്ര സന്തോഷം സ്വർഗീയവാസമതേ എന്നും നിത്യാനന്ദമേ അല്ലലിയ രാജ്യത്തിൽ എന്നും നിത്യാനന്ദമേ. എന്തുകൊണ്ടുവന്നു നീ വന്നപ്പോൾ എന്തുകൊണ്ടുപോകും നീ പോകുമ്പോൾ മണ്ണിൽ നിന്നു പിറന്നവൻ നീ മണ്ണിനോടു തന്നെ ചേരും. എന്തുകൊണ്ടുവന്നു നീ വന്നപ്പോൾ എന്തുകൊണ്ടുപോകും നീ പോകുമ്പോൾ മണ്ണിൽ പിറന്നവൻ നീ മണ്ണിനോടു തന്നെ ചേരും.
ദേവാലയങ്ങളിൽ ശ്വാസമുള്ളതുപോലെ ഒന്ന് ഇരിക്കാൻ കാണാനുള്ള സൗകര്യമുണ്ട്. ഗായകസംഘം പാട്ട് പാടുമ്പോൾ അസം ഒന്ന് രണ്ട് ജനാലും ഒന്ന് രണ്ട് അതുകൊണ്ട് അവർ ദൈവത്തിന്റെ സിംഹാസനത്തിൽ നിന്നും
പ്രസിദ്ധനായിരിക്കുന്ന അഭിനയനായിരിക്കുന്ന PS ഫ്രാൻസിസ് തിരുമേനി നമുക്ക് എല്ലാവർക്കും സുപരിചിതനാണ്. അഭിനയനായി തിരുമേനി വ്യക്തിഗത മുൻ 2 പ്രാവശ്യമായി ഈ ചർച്ചോടെ ഇടവകയിൽ സേവന ചെയ്തു. തിരുമേനിയുടെ കാലത്താണ് ഇവിടെ ഹോസ്പിറ്റലിൽ ഇവിടെ സ്ഥാപിക്കപ്പെടുന്നത്. നമുക്ക് സുപരിചിതരായിരിക്കുന്ന തിരുമേനിമാരെ നമ്മുടെ മൊത്തത്തിലുണ്ട്. തിരുമേനിമാരെ നമ്മുടെ രാജേഷ് പ്രൊഫസർ കഴിഞ്ഞ 5 വർഷക്കാലം എനിക്ക് മുമ്പായി സേവനം ചെയ്ത് ഇപ്പോൾ എല്ലപ്പുറം സഭയിൽ സേവനം ചെയ്യുന്നു. പ്രധാനപ്പെട്ട എൻ്റെ സഹപാഠിയായിരിക്കുന്ന മാക്സ് ജോണച്ച് തൊന്നത്തടി നിവാസിയാണ്. മാക്സ് ജോണച്ച് മറ്റ് വിവിധ രാഷ്ട്രീയ രംഗങ്ങളിൽ ഇന്റർനാഷണൽ കോൺഗ്രസ് മാത്രമല്ല മറ്റ് എല്ലാ പ്രമുഖ രാഷ്ട്രീയ സംവിധാനങ്ങളിലേക്ക് നേതാക്കന്മാർ പ്രത്യേകിച്ച് നമ്മുടെ ബഹുമാനപ്പെട്ട XMLA അങ്ങനെ പ്രമുഖരായ ബ്ലോക്ക് തലത്തിലും ജില്ലാ തലത്തിലും പഞ്ചായത്ത് തലത്തിലുമൊക്കെ രാഷ്ട്രീയ സംവിധാനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതായ ബഹുമാനരായ രാഷ്ട്രീയ വിവിധ പൊളിറ്റിക്കൽ പാർട്ടീസ് ലീഡേഴ്സ് പ്രവർത്തിച്ചിട്ടുണ്ട്. ബഹുമാനായ രാഷ്ട്രീയ നേതാക്കന്മാരെ അതുപോലെ തന്നെ നമ്മുടെ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ AICC മെമ്പർ വരെയായിട്ട് ഈ ചേർച്ചോട് കൊച്ചി ഗ്രാമത്തിൽ നിന്ന് സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി സ്വന്തം ജീവിതം തന്നെ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി ഒഴിഞ്ഞു വെച്ചുകൊണ്ട് നിർവഹിച്ചതായ സുദീർഘമായ സേവനങ്ങളെ കാണിച്ചുകൊണ്ട് ശശാമാരിയുടെ സന്തത സഹചാരിയായി ശശാമാരിയുടെ പ്രവർത്തനങ്ങൾക്ക് ശക്തി പകർന്നുകൊണ്ട് സഹോദരിമാരെ ഏറ്റവും ഇളയവനായി ജനിച്ചതായ ഈ ബേബി രാജൻ എന്ന് പറയുന്ന ഈ ബേബി ചായൻ അവർക്ക് കൊണ്ടുവന്ന് അവരെ കരുതുകയും സ്നേഹിക്കുകയും ചെയ്ത ഭാഗമായിട്ടാണ് ഇത്രയും വലിയ ഒരു സാമൂഹിക രാഷ്ട്രീയ രംഗങ്ങളിലുണ്ടായ പ്രമുഖരായ വ്യക്തിത്വങ്ങൾ ഈ ആലയത്തിൽ കടന്നു വന്നത് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ അത് ബേബി ചായ കാണുന്നത് ശശാമാരിയുടെ വീട്ടിൽ പലപ്പോഴും ചെല്ലുന്നതാണ്. അവിടെ ഒരു കുടുംബഭാഗമായി സഹോദരന്മാർ 2 പേരോട് താമസിക്കുന്നുണ്ട്. ഒരു ഭവനം അടുത്തതിനെ വീഴ്ചാലയായിട്ട് പടുത്തു വരുന്നു. അത് പൂർണ്ണമായിട്ടില്ല, അതിന്റെ വഴികാലം നടന്നു വരുന്നു. അപ്പോൾ അവിടെ ക്ഷേമം അന്വേഷിച്ച് ചെല്ലുന്ന ഒരു സഹോദരനായ എല്ലാ ദിവസവും സഹോദരിമാരെ വീട്ടിൽ ചെന്നു ക്ഷേമം അന്വേഷിക്കുന്നു. എല്ലാ സഹോദരിമാരോടുള്ള സ്നേഹത്തിന്റെ വളരെ തന്നെയാണ് വീഴ്ചാനുണ്ടായിരുന്നത്. അതുകൊണ്ട് അദ്ദേഹം ഒരു സ്നേഹത്തിന്റെ ഉടമയായിരുന്നു. ത്യാഗപരമായ കുടുംബത്തിന്റെ കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുവാനായിട്ട് ത്യാഗപരമായി സേവനം ചെയ്ത ഒരു വ്യക്തിത്വമാണ്. വളരെ നിഷ്കളങ്കമായ ഒരു വ്യക്തിത്വമാണ്. എല്ലാവരോടും വളരെ നല്ല സ്നേഹം, രാഷ്ട്രീയ മത വ്യത്യാസമില്ലാതെ ഇവിടുത്തെ എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുകയും കണ്ടുവാനും എല്ലാവരെയും ഒരു ജ്യേഷ്ഠ സഹോദരങ്ങളും സഹോദരനുമൊക്കെയായി നിന്നുകൊണ്ട് അദ്ദേഹം പ്രവർത്തിച്ചു. രാഷ്ട്രീയ സംവിധാനങ്ങളിൽ ശശാമാരിയോടുകൂടെ അദ്ദേഹം പല രംഗങ്ങളിൽ അദ്ദേഹം യാത്ര ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും സുപരിചിതനാണ്. അതുകൊണ്ട് വളരെ ബഹുമാനായ ധാരാളം പേര് ഒരു കാലഘട്ടത്തിലൊക്കെ എപ്പോഴും വളരെ പ്രധാനപ്പെട്ട സ്ഥാനമാനമൊക്കെ വഹിക്കുന്നത് നമ്മൾ ഒത്തിരിയുണ്ട്. എല്ലാവരെയും പേര് എടുത്ത് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ധാരാളം ബഹുമാനായ രാഷ്ട്രീയ നേതാക്കന്മാർ വിവിധ രംഗങ്ങളിൽ വേണം. അത് കോൺഗ്രസ് പാർട്ടിയുടെ മാത്രമല്ല എല്ലാവർക്കും അതേ വേണ്ടപ്പെട്ടവരായിരുന്നു. അതുകൊണ്ട് ഈ ബേബിച്ചാന്റെ ധന്യമായ ജീവിതം സഭയ്ക്ക് നൽകിയ സേവനങ്ങൾ നന്ദിയോടെ ഓർത്തുകൊണ്ട് സഭയുടെ പേരിലുള്ള ആദരാഞ്ജലികൾ വിനിയോഗം അറിയിക്കുവാനായി ഈ സമയം ഞാൻ വിനിയോഗിക്കുകയാണ്. അതിനുശേഷം ചില അക്ഷരങ്ങളുണ്ട്. കാലാവസ്ഥ വളരെ പ്രതികൂലമാണ്. ഈ ദിവസങ്ങളെല്ലാം വളരെ ശക്തമായ മഴയാണ് ഇവിടെ പെയ്യുന്നത്. എനിക്ക് തോന്നുന്നത് ഒരു ആഴ്ച പെയ്യേണ്ട മഴ ഒരു മഴയിൽ ഇവിടെ പെയ്യുകയാണ്. അതുകൊണ്ട് ആ സാഹചര്യം വളരെ വർഷമായതുകൊണ്ടാണ് അല്പം നേരത്തെ ഗതിജനത്തിന് വേണ്ടി ഭവനത്തിൽ വന്ന അതിന് മുമ്പ് തന്നെ ശ്രദ്ധിച്ച് ആരംഭിക്കേണ്ടി വന്നു. ദയവായിട്ട് അനുഭവമൊന്നും തോന്നുന്നില്ല. ഒരുപാട് എന്നോട് സ്നേഹത്തോടെ പറഞ്ഞു അച്ഛൻ നേരത്തെ ആരംഭിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ വിലാപയാത്ര വഴിയിൽ വെച്ച് തടസ്സമാണ്. എന്നാൽ ഇവിടെ വരുന്നവർ പല രീതിയിൽ നല്ല സമയത്ത് സഭയുടെ എംപ്ലോയീസ് ആൻഡ് റിട്ടയർഡ് എംപ്ലോയീസ് അസോസിയേഷൻ അങ്ങനെ അടുത്തതായിട്ട് പ്രതിഭ പട്ടികവർഗ യൂണിറ്റിന് വേണ്ടി അതിൽ അംഗങ്ങൾ മുമ്പോട്ട് വന്ന് സമർപ്പിക്കുന്നതാണ്. പ്രതിഭ പട്ടികവർഗ യൂണിറ്റ് അംഗങ്ങളും വിചാരം അർപ്പിക്കുന്നു.
അതിനുശേഷം നമ്മുടെ മധ്യത്തിൽ സംഗീതരായിരിക്കും നമുക്ക് എല്ലാവർക്കും സംഗീതരായിരിക്കുന്ന വാനപ്പുഴ മാതൃശ്രീ എക്സ് മുൻപോട്ട് വന്ന് അനുശോചന അറിയിക്കുന്നതാണ്. സമയത്തില്ല. ഇപ്പോൾ ബഹുമാനപ്പെട്ട രാജേഷ് പത്രവസ്തു സമാശ്വാസം എല്ലാവരും അറിയപ്പെടുവാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇന്നലെ രാത്രി ഹോസ്റ്റലിലെത്തിയ സമയത്ത് മുതൽ ഇവിടെ നിന്നും പല ഫോൺ കോളുകൾ വന്നു. വലിയ ക്ഷണത്തിലാണ്, പയ്യാറിലേക്ക് പോകണം, പ്രതീക്ഷയില്ലാത്ത ഒരു സാഹചര്യമുണ്ട് എന്ന് അറിയുവാൻ സാധിച്ചു. ദൈവത്തോട് പ്രാർത്ഥിച്ചു തമ്പുരാനെ ഇങ്ങനെ ഒരു സന്ദർഭം 6 മാസം മുമ്പ് വിശുദ്ധ ജീവിതത്തിൽ വരികയും അന്ന് ഇതേ അർദ്ധരാത്രിയിൽ ഫോൺ വരികയും ഹോസ്പിറ്റലിൽ എത്തിച്ച് തൻ്റെ ജീവനെ രക്ഷിക്കുകയും ചെയ്തത് അവസരത്തിൽ നോക്കി പ്രാർത്ഥിക്കുകയും ചെയ്തു. പ്രിയ ദേവീശ്വരൻ ഏറ്റവും പ്രിയങ്കരനായ, ഏറ്റവും മാനസികമുള്ളതാണ് ദേവീശ്വരാണെന്ന് വിളിക്കുമ്പോൾ തൻ്റെ സ്നേഹം നിർലോഭമായ 5 വർഷക്കാലം അനുഭവിക്കാനായിട്ട് എനിക്ക് സാധിച്ചു. ബഹുമാനപ്പെട്ട ഉസ്മാൻ അവരുകൾ നമ്മൾ അച്ഛൻ അറിയിക്കുന്നതാണ്. വളരെ തുല്യനായ ഒരു വ്യക്തിത്വമാണ്. പ്രത്യേകിച്ച് കുടുംബമായിട്ടുള്ള നല്ലൊരു വലിയ കഴിവുകൂടിയാണ് വേഗം സുഹൃതനായി കേരളത്തിലെ മതസാന്നിധ്യമായ ശ്രീ വേദികാരിയിൽ നമ്മൾ ആവശ്യമായി ഉയർത്തുകയും പ്രതിസ്ഥാനമായി ക്ലേശമായ രോഗം പ്രയാസപ്പെടുത്തുകയും വേറെ ആശുപത്രികളിൽ ചികിത്സ കഴിയുകയും സാഹചര്യത്തിലാണ് ആയിരുന്നു. ആ കുടുംബാംഗങ്ങളും അതുപോലെ സഹോദരി ഇതിനുവേണ്ടിയായ ആശുപത്രികളിൽ കൊണ്ടുപോയി ഒട്ടേറെ ചികിത്സാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുകയും ദൈവത്തിൻ്റെ തീരുമാനം നമുക്ക് മാറ്റി നൽകുകയും എല്ലാ മനുഷ്യ ജീവിതത്തിലും അനിവാര്യമായവരെ ശ്രീ ദേവികാനന്ദ സംഭവിച്ചു എന്നാണ് യാഥാർത്ഥ്യം. ഇവിടെ ചലച്ചത് ഇടപെടലുകളുടെ കാര്യത്തിൽ അതുപോലെ ചരിത്രത്തിലെ വ്യാപാരം സമൂഹത്തിൽ വൃത്തിയായിട്ട് എല്ലാ കാര്യങ്ങളും ഇടപെടലിൽ ജീവിച്ചിട്ടുള്ള ആളാണ് ശ്രീ ദേവിയുടെ കാര്യം പ്രത്യേകം തോന്നുന്നത്. ഞാൻ ജനവിധി അയച്ചു ചരിത്രത്തിൽ ഗോപഞ്ചായത്തിലെ ജനപ്രതിനിധിയായി മത്സരിക്കുന്നു. എന്നോടൊപ്പം വീടുകൾ കൈകാര്യമാണ് ആളുകളോട് എന്നെ പരിചയപ്പെടുത്തുവാനൊക്കെ അദ്ദേഹം കാലത്തെ പ്രത്യേകമായ ഉത്സാഹവും താല്പര്യം ഞാൻ ഈ വേളയിൽ പ്രത്യേകമായി ഓർമ്മിക്കുന്നു. ഒരു CSC സഭയ്ക്ക് ഈ മേഖലയിൽ ശ്രീ ദേവിയുടെ വിനിയോഗം വളരെയേറെ നഷ്ടമുണ്ടാകുന്നു. പള്ളിയിലെയും സഭയുടെയും എല്ലാ കാര്യങ്ങളും ദേവിയും കുടുംബാംഗങ്ങളും ഒരു സജീവ സാന്നിധ്യമാണ്. ദേവി ഈശ്വരന്റെ മഹായോഗവുമായി ബന്ധപ്പെട്ട് ഏറ്റവും അടുത്ത് പ്രവർത്തിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ വളരെയേറെ സന്നദ്ധയാണ് ശ്രീമതി PB സരസ്വതിയുടെ സപ്പോർട്ട് വളരെയേറെ പ്രസക്തി ശ്രീ ദേവിയുടെ പൊതുജീവിതവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു എന്ന കാര്യം പ്രത്യേകമായി ഓർമ്മിക്കുന്നത്.
സീനിയറുകളുടെ ഇടപാട് ഒട്ടേറെ മേഖലകളിൽ വലിയ വിടവുകൾ സൃഷ്ടിക്കുന്നു. പ്രത്യേകിച്ച് സഭയുടെ ഈ പ്രദേശത്തെ ഇടപെടലുകളുടെ പ്രവർത്തന കാര്യങ്ങൾ, ആത്മീയ കാര്യങ്ങളിൽ, പള്ളിയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും, അതോടൊപ്പം തന്നെ കോൺഗ്രസ് രാഷ്ട്രീയ പാർട്ടിയും മറ്റ് പൊതുമേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെയേറെ പ്രമുഖരും പ്രയാസങ്ങളുണ്ടാക്കുന്ന കാര്യത്തിലാണ് സൂക്ഷിക്കുന്നത്. രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക സംഘടനകളുടെ നേതാക്കന്മാർ വരികയും അവർ അനുശോചനം അറിയിക്കുകയും ചെയ്തതാണ്, പുഷ്പയാത്ര അർപ്പിക്കുകയും ചെയ്തതാണ്. അതുകൊണ്ട് ഏറ്റവും ഇഷ്ടമായിരിക്കും നടത്തുകയും ബഹുമാനപ്പെട്ട പി ശിവശങ്കരയോട് ഒരു വാക്ക് നന്ദി പറയുന്നു എന്ന് ചോദിച്ചപ്പോൾ അച്ഛനെ എന്ന് പറഞ്ഞാൽ മതി എന്ന് എന്നെ പ്രകടിപ്പിച്ചതുകൊണ്ട് കുടുംബാംഗങ്ങളുടെ പേരിലുള്ള നന്ദി അറിയിക്കുവാനായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. ഈ ഒരു യാത്രയയപ്പ് സമ്മേളനത്തെ വളരെ ധന്യമാക്കുന്നത് നമ്മൾ മറ്റൊരു സഭയിലായിരിക്കുന്ന അഭിമുഖരായിരിക്കുന്ന രണ്ട് പിതാക്കന്മാരുടെ സാന്നിധ്യമാണ്. അഭിമുഖരായിരിക്കുന്ന ബി എസ് ഫ്രാൻസിസ് തിരുമേനി നമ്മുടെ ഈ നാടിൻ്റെ ഒരു മകനാണ്, നമ്മുടെ ഗൗരവനാണ്. ഈ ജനത്തോട് ദേശത്തു നിന്നാണ് ദൈവം അദ്ദേഹത്തെ സഭയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്തത്. വളരെ സുന്ദരമായ നിലയിൽ വളരെ ത്യാഗത്തോടുകൂടെ സമർപ്പണത്തോടുകൂടെ ഒട്ടും സമയം ഇല്ലാതെ വളരെ തിരക്കിട്ട ശുശ്രൂഷകളാണ് ഈ കാലഘട്ടത്തിൽ അദ്ദേഹം നിർവഹിച്ചു വരുന്നത്. കമലാസൻ സാർ വ്യാപാരി വ്യവസായി സംഘടനയെ പ്രതികരിച്ച് അച്ഛൻ വഴിയാണ് എം ടി അർജുനൻ ബഹുമാനപ്പെട്ട ഡി സി സി സെക്രട്ടറി അവർ ഉൾപ്പെടുന്ന അച്ഛൻ വഴി. ഞങ്ങളെല്ലാം വേണ്ടിയായ സ്വാമിയുടെ സഹോദരനുണ്ട് ഇടുക്കിയിലെ മലയോര കർഷകരുടെ യഥാർത്ഥ പദ്ധതിയാണ്. അനുസരിച്ച് ഈ അടുത്ത ദിവസങ്ങളിൽ പോലും കൃത്യമായ ഒരു കുടിയേറ്റ കർഷകനായി തന്നെ എഴുതുവാനാണ് അദ്ദേഹത്തിൻ്റെ വ്യവഹാരം ഉദ്ദേശിക്കുന്ന അദ്ദേഹത്തിൻ്റെ മേധാവികളോട് മറ്റുമുള്ള നാട്ടുകാരുടെ സുഹൃത്തുക്കളോടുള്ള നോക്കുന്നുണ്ടാകട്ടെ. നമ്മുടെ ഏറ്റവും പ്രിയമായ നമ്മളെല്ലാവരും ഉപയോഗിച്ചിട്ടുണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സുധാനയുടെ സഹോദരൻ ധാരാളം മരണം കേട്ട ഒരു ദിവസമാണ്. ധാരാളം മരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ സഭയുമായിട്ട് ബന്ധപ്പെട്ട് അനേക ആളുകൾ മരണവിധിയായിട്ട് കടന്നുപോയി. അതുകൊണ്ട് ചില രോഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പ്രായം അധികം ജീവിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങൾ പോലെ അനേക ആൾക്കാർ ഈ ദിവസങ്ങളിൽ നമ്മൾ നോക്കുമ്പോൾ അനേകം ആളുകൾ മരണവിധിയായിട്ട് കടന്നു പോകുന്നത് കാണാൻ സാധിക്കും. ഇന്നലെ ആശുപത്രിയിൽ ഒരു കാര്യത്തിന് പോയപ്പോൾ ഇന്നലെയാണ് ഞാൻ വർത്തമാനം പറഞ്ഞാൽ ഇന്നലെ വൈകുന്നേരം അറിയുന്ന കാര്യം വെച്ചു. അതോടൊപ്പം ഈ മരണവാർത്ത അറിഞ്ഞു. അതിനുശേഷമാണ് മരണവാർത്തയും കൂടെ. ഇത് ഓർക്കുമ്പോൾ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ അഭിമുഖീകരിച്ച കോവിഡുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള രോഗങ്ങളും അതിൻ്റെ പ്രതിവിധികളും പ്രതിരോധങ്ങളൊക്കെ കേട്ടു. അങ്ങനെ ഒരു പേടിയാണെങ്കിൽ പേടിയല്ല, എന്നാൽ നമ്മൾ ചെറിയ ചെറിയ രോഗങ്ങളൊക്കെ വരുമ്പോൾ ക്ഷീണങ്ങളൊക്കെ വരുമ്പോൾ പ്രായം എത്ര കുറവാണെങ്കിൽ ഉടനെ തന്നെ നമ്മൾ ചികിത്സ തരേണ്ടത് അത്യാവശ്യമായിട്ട് വരികയാണ്. പ്രത്യേകിച്ച് ഏതെങ്കിലും ശാരീരികമായ ക്ലേശങ്ങൾ ഉള്ളവർ കൃത്യമായി അത് ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടി ആകുന്നു ഇത്. പൻപള്ളി ഭരണത്തെക്കുറിച്ച് ഈ CSI ഈ ഇടവകയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനമാണ് ഉള്ളത്. എല്ലാ കുടുംബങ്ങളും പ്രധാനപ്പെട്ടത് തന്നെ. എങ്കിലും വികാരിച്ചൻ ജോസിനച്ചൻ സൂചിപ്പിച്ചതുപോലെ ഈ സഭയുടെ ആരംഭം പനമ്പള്ളി ഭവനത്തിൽ നിന്നാണ്. Oh
ദൈവനാമത്തിന് മഹത്വവും ദൈവജനത്തിന് സമാധാനവും അനുഗ്രഹവും ഉണ്ടാകട്ടെ. എത്രയും സ്നേഹവും ബഹുമാനമുള്ള ഫ്രാൻസിസിനെയും ഈ സഭയുടെ വികാരിയായിട്ടുള്ള ജോർജ് അച്ഛൻ കുടുംബാംഗങ്ങൾ, മാക്സി ജോർജൻ, ഇത്രയും സ്നേഹമുള്ള രാജേഷ് പത്രോസച്ചൻ അച്ഛന്മാർ, പ്രിയ ദൈവത്തിൻ്റെ വേർപാടിപ്പിച്ചിരിക്കുന്ന കുടുംബാംഗങ്ങളെ, അവരെ വേദനയിൽ അവരോടുകൂടിച്ച് പങ്കുചേരുകയും ആശ്വാസം വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ദൈവജനമേ, ഇന്ന് രാവിലെ വളരെ ഔപചാരികമായിട്ടാണ് ഈ വാർത്ത ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടത്. ഇതിനോട് അഭിനന്ദിച്ചിരുമേൽ പറഞ്ഞതുപോലെ വാളത്ത് ഞങ്ങളെ ഏറ്റവും അടുത്ത ദൈവത്തിലുള്ള ഒരു പിതാവ് മരിച്ചു, അദ്ദേഹത്തിൻ്റെ മകൻ എന്നെ വിളിച്ചു, ഇതിന്മേൽ വരും കാരണം പറഞ്ഞാൽ വരാതെ പറഞ്ഞു. അപ്പോഴാണ് ഈ വാർത്ത വരുന്നത്. ഉടനെ ഞാൻ ജോസഫിനെ വിളിച്ചു, ചിലൻ്റെ വാർത്ത ഞാൻ കണ്ട് ശരിയാണോ, എപ്പോഴാണ് സംഭവിച്ചത്. അങ്ങനെ ഇവിടെ വരുവാൻ വേണ്ടി തീരുമാനിച്ചു. തിരുവേണ്ടി ഞാൻ ഭവനത്തിൽ പ്രാർത്ഥിച്ചതിന് ശേഷം വരികയാണ്. ഇന്ന് നമ്മുടെ കൂടിയിട്ടുള്ള ബഹുമാനമുള്ള നമ്മുടെ സ്നേഹമുള്ള ദൈവജനത്തെ എല്ലാ സേവനങ്ങളെയും തീർന്ന എല്ലാ നന്മകളെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുവാനും ഒരു നിമിഷം സ്തോത്രം അർപ്പിക്കുവാനും വേണ്ടിയാണ്. അതോടൊപ്പം തന്നെ വേർപാട് ദുഃഖത്തിരിക്കുന്ന മക്കളോട് ചേർന്ന് നമ്മുടെ ദുഃഖം അറിയിക്കുവാൻ ദൈവം അവർക്ക് ആശ്വാസം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുവാൻ വേണ്ടിയാണ്. നിശ്ചയമായിട്ട് നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ സാന്നിധ്യം സമൂഹത്തിൻ്റെ ആശ്വാസം നൽകുന്നു. അതുകൊണ്ടാണ് പോകരുതും പോകുന്നു.
എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ട പൈതങ്ങളെ ഒരുവിൻ ലോകാനുഭവത്തിലുണ്ടായിരിക്കുന്ന രാജ്യം അവകാശവാദങ്ങളെന്ന് അറി ചെയ്യുന്ന അനുഗ്രഹം ഞങ്ങൾക്ക് ലഭിക്കുമാറാകണമെന്നും പാപമരണത്തിൽ നിന്ന് നീതിയുടെ ജീവിതത്തിലേക്ക് ഞങ്ങളെ ഉയർപ്പിക്കണമെന്ന് ഞങ്ങൾ നിന്നോട് പ്രിയമായി അപേക്ഷിക്കുന്നു. കരുണയുള്ള പിതാവേ, ഞങ്ങളുടെ മധ്യസ്ഥനും രക്ഷിതാവുമായ ഈശ്വര മൂലം ഇത് നിലനിന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. യഹോവയോട് കണ്ണ തോന്നുന്നു. അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നതല്ലോ. നാം കൂടി എന്നെ ഓർക്കുന്നു. മനുഷ്യന്റെ ആയുസ് പുല്ലുപോലെയാകുന്നു. വയലിലെ പൂപോലെ പോകുന്നു. കാറ്റതിന്മേലടിക്കുമ്പോൾ അതില്ലാതെ പോകുന്നു. അതിന്റെ സ്ഥലം പിന്നെ അറിയുകയില്ല. യഹോവയുടെ ദൈവത്തിന്റെ അവന്റെ ഭക്തന്മാർക്കും അവന്റെ നീതി മക്കളുടെ മക്കൾക്കും ഉണ്ടാകും. ആസ്വാദം നെറ്റിലും അമർത്തിയുള്ളവരവസരമായ രാജാവായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഏകജ്ഞാനിയായ ദൈവത്തിലെ ബഹുമാനവും മഹത്വവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവം നിങ്ങളെ അനുദിനം ധൈര്യപ്പെടുത്തി ജീവിതാവസാനം വരെ ക്രിസ്തുവിന്റെ വിശ്വസ്ത സാക്ഷികളായിരിക്കുവാൻ നിങ്ങൾക്ക് കൃപ നൽകുമാറാകട്ടെ. ഒരു ദിവസം കൂടെ എല്ലാവർക്കും സ്വന്തമായിരിക്കും. പിതാക്കന്മാരെ, ബഹുമാനപ്പെട്ട വൈദികരെ, പ്രിയപ്പെട്ട ദേവചേട്ടൻ്റെ കുടുംബാംഗങ്ങളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, നമുക്കെല്ലാവർക്കും വളരെ പ്രിയങ്കരനായ ശ്രീ ദേവചേട്ടൻ്റെ നിര്യാണത്തിൽ ഇടുക്കി ഗോപം സമിതിയുടെ ആദരാഞ്ജലി നിങ്ങൾക്കൊന്ന് അർപ്പിക്കുകയാണ്. ഇവിടെ അഭിവൃദ്ധി പിതാക്കന്മാരും വൈദികരും പറഞ്ഞതുപോലെ സഭയ്ക്ക് ദേവചേട്ടൻ്റെ കുടുംബവും എത്രമാത്രം പ്രിയപ്പെട്ടതാണോ അതുപോലെയാണ് ഇടുക്കിയിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് നമ്മുടെ പ്രിയപ്പെട്ട ശശാന്ത് ചേച്ചിയുടെ കുടുംബം. നമുക്കറിയാം, ഈ കഞ്ഞിക്കുഴിയുടെ സാമൂഹിക രാഷ്ട്രീയ മണ്ഡലത്തിൽ രാഷ്ട്രീയമോ ജാതിയോ മതമോ നോക്കാതെ എല്ലാവർക്കും വേണ്ടി വലിയ നിസ്വാർത്ഥ സേവനം അനുഷ്ഠിച്ച ഒരു മഹത് വ്യക്തിത്വമാണ് ശശാന്ത് ചേച്ചി. ശശാന്ത് ചേച്ചി അതിന് പ്രേരിപ്പിച്ച, അതിന് നയിച്ച ഒരു പ്രധാന ഘടകങ്ങളിലൊന്നാണ് അദ്ദേഹം അവരുടെ കുടുംബത്തിൽ ഉണ്ടായിരുന്ന ഊഷ്മളമായ സഹോദരങ്ങൾ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റായതിനു ശേഷം പല കമ്മിറ്റിക്കും വിളിക്കുമ്പോഴും തൻ്റെ സഹോദരൻ്റെ ആരോഗ്യനിലയുമായി ബന്ധപ്പെട്ട ആശുപത്രിയുമൊക്കെയായി സഞ്ചരിക്കുന്ന സാഹചര്യങ്ങൾ അവർ പറയുന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. അത്രമാത്രം വളരെ വൈകാരികമായി ആഴത്തിൽ ബന്ധം ഈ സമൂഹത്തിന് തന്നെ ഒരു മാതൃകയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ സമൂഹത്തിനും നാടിനും സഭയ്ക്കുമെല്ലാം ഈ കുടുംബം നൽകിയ സംഭാവനകളെന്നും ആദരിക്കപ്പെടുന്നു. പലതിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് ഇടുക്കി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിക്ക് ശ്രീമതി ശശാന്ത് ചേച്ചിയോട് കുടുംബാംഗങ്ങളോടുള്ള അഗാധമായ അനുശോചനം അറിയിച്ചു ഞാൻ നിർത്തുന്നു. കൂടുതൽ പല പ്രയാസത്തിലാണ് വളരെ അവസാനം Amen.
എന്നെ കൂടെ അടിയിൽ നിർത്തിക്ക്. മനുഷ്യന്റെ ജീവിപ്പാനുള്ള കാലം മനസ്സും മരിച്ചിട്ടുണ്ടെന്ന് പോലെ ഓടിക്കൂടുന്നു മഹാജന്മ രക്ഷിതാവേ കൈവായങ്ങളിലേക്ക് ഞങ്ങളെ ഏൽപ്പിക്കരുതേ. ശോഭയേറും നാടോന്നുണ്ടത് കാണമേ ദൂരവേ ബ്ലഡാ വരുന്നു. വഴി എടുത്തവനെ
സഭക്കിളറിലെ വിശ്രമത്താൽ സഭക്കുകയെ തൻ്റെ ജനങ്ങൾക്ക് പ്രത്യാശയുടെ ആശ്വസിക്കത്താവായ യേശു ക്രിസ്തുവേ പുനരുത്ഥാന വിവരമായിരിക്കുന്ന അന്നിൽ ദാസൻ സ്വന്തം അനുഭവിക്കുന്നെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന പ്രകാരം ഈ സൗകര്യദാസന്റെ ശരീരത്തിൻ്റെ ഒരു സമസ്തമായി തീരുവാൻ കൃപ അറിയണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. നമ്മുടെ പ്രിയദാസന്റെ ആത്മാവിനെ എൻ്റെ അടുക്കലേക്ക് കൈക്കൊള്ളുവാൻ സർവശക്തിയുള്ള ദൈവത്തിന് തൻ്റെ മഹാകരണം കൊണ്ട് ഇഷ്ടം തോന്നിയിരിക്കാൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന യാഥാർ ശക്തി കൊണ്ട് നമ്മുടെ ആഴ്ചയുള്ള ശരീരത്തെ നമ്മൾ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുന്ന കർത്താവായ യേശു കൃഷ്ണങ്ങളും നിത്യങ്ങളിലേക്ക് ഉയർത്തുന്നതിനുള്ള നിശ്ചയം ഉറപ്പുള്ള പ്രത്യാശയോടെ ആ വിദാസന്റെ ശരീരത്തെ അനുഗമനായി പ്രാർത്ഥ്യാരമായി പൊഴിയായി ഭൂമിക്ക് ഏൽപ്പിക്കുന്നു. സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു, അത് പറഞ്ഞത് എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ, അതേ അവർ തങ്ങളുടെ പ്രയത്നം ശ്രമിക്കേണ്ടതാവുന്നു എന്ന് ആത്മാവ് പറയുന്നു. ആകാശത്തെയും ഭൂമിയിൽ കാണപ്പെടുകയും കാണാത്തതുമായ സകലത്തെയും ഞാൻ വിശ്വസിക്കുന്നു. അവൻ സർവ്വവേദനം താമസിക്കപ്പെട്ടവൻ, ദൈവത്തിന് ദൈവം പ്രകാശം സർവശക്തനായ ദൈവമേ, നിന്റെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുമിശിഹായുടെ ജ്ഞാന ശരീരത്തിൽ ഏകമായ സംസർഗത്തിലും കൂട്ടായ്മയിലും ആവശ്യങ്ങൾ ഞങ്ങൾ നിങ്ങൾ ഫലമേൽപ്പിക്കുന്നു. വിദ്വേഷമുള്ളിടത്ത് സ്നേഹവും, ഭിന്നിച്ചിരിക്കുന്നിടത്ത് ക്ഷമയും, ആശ്രയമില്ലാതിരിക്കുന്നിടത്ത് വിശ്വാസവും, ദുഃഖിക്കുന്നവർക്ക് പ്രത്യാശയും, അന്ധകാരത്തിലിരിക്കുന്നവർക്ക് പ്രകാശവും നൽകണമെന്ന് ഞങ്ങളുടെ വീണ്ടെടുപ്പാനും രക്ഷിതാവുമായ യേശുമിശിഹ മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. Santo
ദൈവമായ യേശുമിശിഹായുടെ ശക്തി നിങ്ങൾ അവൻ്റെ ശുശ്രൂഷയ്ക്കായി ബലപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ താനും ജീവനുമായ യേശുമിശിഹായുടെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിറയുമാറാകട്ടെ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളിൽ ഉണ്ടായി എല്ലായ്പ്പോഴും നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ.